ഇറാനിൽ തുടർച്ചയായ 8-ാം ദിവസം അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 സൈനിക നടപടി ഉണ്ടായത്. ഹോർമസ് സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സൈനിക നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ജോർദാനിൽ 2 US സൈനികർ മരിച്ചിരുന്നു. വിശദാംശങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അടി തിരിച്ചടി, ഇങ്ങനെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണല്ലേ? സുരേഷ്, ആര്യ, തീർച്ചയായും ഈ സംഘർഷാവസ്ഥ അതിരൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും തുടർച്ചയായി, അതായത് 8 ദിവസത്തോളം തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒരു നീക്കം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇതിന് പ്രകോപനപരമായ പല നീക്കങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് അതീവ ഗുരുതരമായ, അതീവ ഗൗരവമേറിയ ഒരു വിഷയമുണ്ടായത്. ജോർദാനിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ നടന്ന ഇറാന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന വേളയിൽ 2 സൈനികർ, US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചിലർക്ക് കൂടെ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അതീവ ഗൗരവമായ പരിക്കുകളല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അതിശക്തമായ ആക്രമണം വീണ്ടും തുടരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ അറിയിപ്പുകൾ പ്രകാരം തീരങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് ഹോർമൂസിൽ കൃത്യമായും ഇടപെടുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഇറാൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്നതിനുള്ള കടുത്ത നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണത്തിൻ്റെ സാധ്യത ഇന്നലത്തെ ഒരു പ്രസ്താവനയിലൂടെ, ഇറാൻ്റെ പ്രസ്താവനയിലൂടെ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാൻ ഇന്നലെ പറഞ്ഞത് വലിയ തോതിലുള്ള ആക്രമണം തിരിച്ചുണ്ടാകും. അതുപോലെ തന്നെ സമാധാന ധാരണയിലെ വ്യവസ്ഥകൾ നമുക്കറിയാവുന്നതാണ്. ജൂൺ 17-ന് 14 സമാധാന ധാരണകൾ ഒപ്പുവെച്ചിരുന്നു. ആ 14 സമാധാന ധാരണകളിലെ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നിരവധിയായ നീക്കങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ കേന്ദ്രങ്ങളെ പരിശോധനയ്ക്ക് അനുവദിക്കണമെന്നാണ്. ഇതെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ഒരു നീക്കം, അത് അനുവദിക്കില്ല എന്നൊരു നീക്കം നേരത്തെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആണവ കേന്ദ്രങ്ങളെ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണവും പരിശോധനകളും ഒഴിവാക്കുന്നതിനുള്ള നടപടികളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 14 സമാധാന ധാരണയുടെ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട വ്യവസ്ഥകളെല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു, അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഇന്നലെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പുറമെയാണ് മുസ്തഫ ഖമനേയിയുടെ ശക്തമായ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നത്. ഇറാൻ അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീഷണിയൊക്കെ ഉയരുന്ന സാഹചര്യം കൂടിയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ 8-ാം ദിവസവും അതിശക്തമായ ആക്രമണം തുടർന്നിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 140 ദിനങ്ങളിലൊക്കെ ആക്രമണം നടത്തിയ സാഹചര്യം 2-ാം ദിവസവും 3-ാം ദിവസവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും വിശാലമായ ഏരിയകളിൽ ആക്രമണം നടക്കുന്നില്ല എങ്കിൽ കൂടി അതിശക്തമായ ആക്രമണം നടക്കുകയാണ്. അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള പോർട്ടുകളിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളെയും തടയുന്നൊരു നീക്കവുമുണ്ട്. IRGCയെ സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും ദുർബലമാക്കുക, സ്വാഭാവികമായും ഇറാൻ്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ നീക്കമാണ് US-ന്റെ ഭാഗത്തു നിന്ന് ഈ 8 ദിവസവുമായി നടന്ന ആക്രമണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം, അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. സുരേഷ്, ശരി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.